നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഒമാനിൽ നിന്ന് ചൈനയിലേക്കും ഇന്ത്യയിലേക്കും അടക്കം വിവിധയിടങ്ങളിലേക്ക് കുന്തിരിക്കം കയറ്റുമതി ചെയ്തു തുടങ്ങിയിരുന്നുവെന്നാണ് ചരിത്രം. സലാലയിലെ കുന്നുകളിൽ കുന്തിരിക്ക മരങ്ങൾ ധാരാളം കാണാം. ഖരീഫ് സീസൺ സലാലയിൽ കുന്തിരിക്ക കച്ചവടം കൂടുതൽ നടക്കുന്ന സമയം കൂടിയാണ്. ഒമാന്റെ ചരിത്രത്തിൽ കുന്തിരിക്കത്തിനും സ്ഥാനമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിവിധ രാജ്യങ്ങളിലേക്ക് ഒമാനിൽ നിന്ന് കുന്തിരിക്കം കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിരുന്നു. സലാലയിലെ കുന്തിരിക്കം ഏറെ പ്രശസ്തമാണ്. സലാലയിലെ കുന്തിരിക്ക മരങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഗുണമുള്ള കുന്തിരിക്കം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച കുന്തിരിക്ക ഉൽപ്പാദന കേന്ദ്രമെന്നാണ് ധോഫാറിനെ ബ്രിട്ടീഷ് മാധ്യമവൃത്തങ്ങൾ വിശേഷിപ്പിച്ചത്. സലാലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുന്തിരിക്കം കയറ്റിപ്പോയ കപ്പൽ തിരിച്ചു വന്നിരുന്നത് കുരുമുളകുമായിട്ടായിരുന്നു എന്നാണ് ചരിത്രം. കുന്തിരിക്ക മരങ്ങളുടെ തൊലിയിൽ നിന്ന് വരുന്ന കറയാണ് കുന്തിരിക്കമായി മാറുന്നത്. സോപ്പും ലോഷനും സുഗന്ധദ്രവ്യങ്ങളും അടക്കം ധാരാളം ഉൽപ്പന്നങ്ങൾ കുന്തിരിക്കത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഖരീഫ് സീസൺ ആയതോടെ സലാലയിലെ കുന്തിരിക്ക കച്ചവടവും പൊടിപൊടിക്കുകയാണ്. സലാലയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ധോഫാറിൽ വിളഞ്ഞ കുന്തിരിക്കവുമായാണ് മടങ്ങുക. നമ്മളിപ്പോൾ ഈ നമ്പർ 1 ലുബാൻ വരുന്നത് ജബൽ സമഹാന, നല്ല ക്വാളിറ്റി ലുബാൻ. റേറ്റും അത്യാവശ്യം റേറ്റും കൂടുതലാണ്. ഏറ്റവും കൂടുതൽ സ്മെല്ലുള്ള ലുബാൻ അതാണ്. ഖരീഫിന് ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മൾ ഈ ഗ്രീനും പിന്നെ ഈ ജബൽ സമഹാന, കാരണം ആൾക്കാർക്ക് നല്ല ഡിമാൻഡുള്ള സാധനമാണ് വേണ്ടത്. സ്വദേശികളായ ഒമാനി വീടുകളിൽ കുന്തിരിക്കം നിർബന്ധവുമാണ്. വെള്ളത്തിലിട്ട് കുടിക്കാനും കഴിക്കാനും പുകയ്ക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ധോഫാരി ജനതയ്ക്ക് കുന്തിരിക്കം വെറും ഒരു മരം മാത്രമല്ല, അവരുടെ ജീവിതം തന്നെയാണ്. മീഡിയ 1 സലാല.